ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു ഗ്രീൻ പീസ് കറി, അതായത് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. അപ്പം ഞാനൊരു 1/4 കിലോ ഗ്രീൻ പീസ് കുറച്ച് മുന്നേ വെള്ളത്തിലിട്ടുണ്ട്. ഒരു മണിക്കൂർ മുൻപേ വെള്ളത്തിലിട്ടതാണ്. അത് ഞാനിപ്പം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ കടുകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. വേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. വേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കടുകും ചേർത്ത് കൊടുക്കാം. സവോള കനം കുറഞ്ഞരിഞ്ഞത്, ഞാൻ ഒരു സവോള എടുത്തേക്കണേ. അത് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് നേടുകയൊക്കെ ഇതിലിട്ട് കൊടുക്കണുള്ളൂ. നമുക്കിത് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു പച്ചമണം മാറുന്ന വരേക്കും അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ശേഷം പൊടികളൊക്കെ ഒന്ന് ചെയ്യണം. ഒന്നും കൂടി ഇത് മൂത്ത് കിട്ടണം. ഇപ്പോൾ ഇത് സവോളയും ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്ന ഞാനൊരു തക്കാളി എടുത്തിട്ടുള്ളൂ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. അത് തന്നെയല്ല, നമുക്കിതിൻ്റെ ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല, വെജിറ്റബിൾ മസാല ഉണ്ടെങ്കിൽ വെജിറ്റബിൾ മസാല, അല്ലെങ്കിൽ മീറ്റ് മസാല, ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പച്ചമണം മാറുന്നവരേക്കും ഇതൊന്ന് അടപ്പത്തിരുന്നൊന്ന് റെഡിയാവണേ. ഇതൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണേ. അതിനുശേഷം കറി ഓഫ് ചെയ്യാം. ഓൾറെഡി നമ്മളിത് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കണതാണല്ലോ.
അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.